പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ വസന്തത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ വസന്തം നിങ്ങൾക്ക് എന്നും ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം 1-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ആത്മാവിൽ നമ്മെ ഇവരെ നിറക്കി അനുഗ്രഹിച്ചുമാറാകട്ടെ. അവിടെ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ലോർഡ്. 1-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദുഷ്ടന്മാർക്ക് ആലോചന ഉണ്ട്, ദുഷ്ട ആലോചന, അതിൽ നടക്കരുത്. പാപികൾക്കൊരു വഴിയുണ്ട്, പാപത്തിൻ്റെ വഴികൾ, അതിൽ നിൽക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പരിഹാസികൾ എപ്പോഴും ഇരുന്ന് പരിഹസിച്ചുകൊണ്ടേയിരിക്കും, അവിടെ പോയി ഇരിക്കരുത്. ഈ വേദോസ്തത്തിൽ 66 പുസ്തകങ്ങളുള്ളതിൽ 1-ാം സങ്കീർത്തനം ഒരു അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഏതൊരു വിശ്വാസിക്കും നിലനിൽപ്പാനുള്ള ഒരു അടിസ്ഥാനമാണ് 1-ാം സങ്കീർത്തനം. വായിച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ പോയി ചെന്ന് കിടന്നുറങ്ങും, അതിന് അനുവാദമില്ല. നടക്കാതെയും നിൽക്കാതെയും ഇരിക്കാതെയും ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കും. വിശ്വാസ ജീവിതം ഒരു ഓട്ടക്കളമാണ്. പരമപിതാവിൻ്റെ വിരുദ്ധനായി അത് പ്രാപിപ്പാൻ ജയിപ്പാനുള്ള ഒരു ഓട്ടമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ടേ ഓടണം. അവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വളർന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്താൽ സാധിക്കും. എന്താ കാര്യം? അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നു. അപ്പോൾ നടക്കാതെ നിൽക്കാതെ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ലോർഡ്. വിശ്വാസികളുടെ നിലനിൽപ്പ് ഒരു ഓട്ടക്കളമാണ്, ഓടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രൈസ് ലോർഡ്, പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവം വിളിച്ച ആ വിളി, ഹല്ലേലൂയ, അത് നോക്കിക്കൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ്. വിശ്വാസ ജീവിതം ഒരു ഓട്ടക്കളമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഓടി 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 തളർന്നു പോകാതെ, എവിടെയും നടക്കാതെ ഇരിക്കാതെ നിൽക്കാതെ, ആമേൻ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ബിരുദ് പ്രാപിപ്പാൻ ഓടിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പിന്നെ തീമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 തീമോഥെയോസ് 4-ാം അധ്യായം ഹല്ലേലൂയ അതിന് 7 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എല്ലാവരെയും പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് താനിവിടെ കണ്ണടക്കുകയാണ്. പൗലോസിൻ്റെ തല ശിരച്ഛേദം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, അവൻ്റെ തല വെട്ടി 1-ാമത്തെ പടിയിൽ വീണപ്പോൾ അവൻ പറയുന്നത്, ആ തല സംസാരിച്ചു. ആ തല സംസാരിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു. 2-ാമത്തെ പടിയിൽ ഉരുണ്ടു വീണു. അപ്പോൾ പറയുന്നത്, ഓട്ടം തികച്ചു. 3-ാമത്തെ പടിയിൽ ഉരുണ്ടു വീണു. അപ്പോൾ പറയുന്നത്, വിശ്വാസം കാത്തു. 4-ാമത്തെ പടിയിൽ ഉരുണ്ടു വീണു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. പൗലോസിന്റെ തല വെട്ടി താഴെ ഇടുമ്പോഴും അത് 4 പടികളിൽ ഉരുണ്ടുരുണ്ട് പോയി അതിന് വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിച്ചു. പ്രൈസ് ലോർഡ്. പറയുന്നത്, ആ തല സംസാരിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, നീതിയുടെ കിരീടം
അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും കൂടെ പ്രത്യാശയുണ്ടോ? പ്രിയം വച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഏത് സ്ഥിതിയിലായിരുന്നാലും ഹല്ലേലൂയ ആ ജീവകിരീടം നമുക്ക് കിട്ടും. പരമവിളിയുടെ വിരുദ്ധമായി നമുക്ക് ഓടാം. നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്, ഓടിക്കൊണ്ടേയിരിക്കാം. വിശ്വാസിക്കുന്ന ഒരു ഓട്ടക്കളമാണ്. സ്വർഗീയ പിതാവിന്റെ വിളിയുടെ വിരുദ് പ്രാപിപ്പാൻ അവിടെ എത്തുവരെയും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹം ഉറപ്പ് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മേവരെയും വാക്കുകളാൽ അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.